പ്രാർത്ഥനയുടെ മറ്റൊരു ദിനത്തിലേക്ക് കടക്കുകയാണ്. അർജുനെ തിരഞ്ഞുള്ള സ്കൂബ ഡൈവേഴ്സിന്റെ ഇന്നത്തെ തിരച്ചിൽ. ആരോടും പരാതിയില്ല. വിമർശിച്ചവർക്കും പിന്തുണച്ചവർക്കും പ്രാർത്ഥിച്ചവർക്കുമൊക്കെ നന്ദി. ദൈവം അവനെ എങ്ങനെയാണോ ഞങ്ങൾക്ക് തരുന്നത് അത് അംഗീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞു എന്ന അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ. അപകടം നടന്ന് 10ാം ദിവസം കഴിഞ്ഞിട്ടും അർജുനെ കണ്ടെത്താൻ കഴിയാത്തതിന്റെ നിരാശ ഈ വാക്കുകളിലുണ്ട് എങ്കിലും ഇന്നും പ്രതീക്ഷയിലാണ് എല്ലാവരും. ആരോടും പരാതിയില്ലെന്നും വിമർശിച്ചവർക്കും പിന്തുണച്ചവർക്കും പ്രാർത്ഥിച്ചവർക്കും നന്ദി അറിയിക്കുന്നതായും ജിതിൻ പറഞ്ഞു. കരയിൽ നിന്ന് 20 മീറ്റർ അകലെ 15 അടി താഴ്ചയിലാണ് കഴിഞ്ഞ ദിവസം അർജുൻ്റേത് എന്ന് സ്ഥിരീകരിച്ച ലോറി കണ്ടെത്തിയത്. ഇത് അർജുൻ ഓടിച്ചതാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലോറിക്കുള്ളിൽ അർജുൻ ഉണ്ടോ എന്നാണ് ഇന്ന് പരിശോധിക്കുക. നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരാകും പരിശോധന നടത്തുക. ഇതിനുശേഷമാകും ട്രക്ക് പുറത്തെടുക്കുന്നത്. ഡ്രോൺ ഉൾപ്പെടെയുള്ള കൂടുതൽ ഉപകരണങ്ങൾ ഇന്നെത്തുന്നുണ്ട്. ഡീപ് ഡ്രൈവർമാർ പുഴയിലിറങ്ങി പരിശോധനകൾ നടത്തും. കൊളുത്തിട്ടുയർത്തി ലോറി പുറത്തെടുക്കാനാണ് ശ്രമം. ഇതിനായി സ്കൂബ ഡൈവേഴ്സ് പുഴയിൽ ഇറങ്ങി ട്രക്കിൽ കൊളുത്തിട്ട് ഉറപ്പിച്ച് തിരികെ കയറണം. ഇതിനുശേഷമേ ലോറി ഉയർത്താൻ സാധിക്കൂ. നടപടികൾ പുരോഗമിക്കുകയാണ് എന്ന് സൈന്യം കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ അകപ്പെട്ട അർജുന്റെ ലോറി ഗംഗാവലി പുഴയിൽ നിന്നും ഇന്ന് പുറത്തെത്തിക്കാനായേക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ട്രക്ക് പുറത്തെത്തിക്കുന്നതിനേക്കാൾ പ്രാധാന്യം നൽകുന്നത് അർജുനെ കണ്ടെത്തുന്നതിനാണ് എന്ന് സൈന്യം വ്യക്തമാക്കി. കുത്തൊഴുക്കുള്ള പുഴയിൽ ലോറി ഉറപ്പിച്ചു നിർത്തുകയും പിന്നീട് ലോറി കരയുമായി ബന്ധിപ്പിക്കുകയാണ് ആദ്യഘട്ടം. തുടർന്ന് ലോറിക്കുള്ളിൽ അർജുൻ ഉണ്ടോ എന്ന് കണ്ടെത്തിയ ശേഷമേ ലോറി ഉയർത്തി കരയിൽ എത്തിക്കുകയുള്ളൂ. ഇതിന് ആവശ്യമായ ഉപകരണങ്ങൾ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ സൈന്യം ഇവിടെ എത്തിച്ചിട്ടുണ്ട്. എന്നാൽ പ്രതികൂല കാലാവസ്ഥയും പുഴയിലെ ജലനിരപ്പ് ഉയരുന്നതുമാണ് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി. ശക്തമായ മഴ കഴിഞ്ഞ ദിവസം രാത്രിയും തുടരുകയാണ്. ഇന്ന് രാവിലെ അന്തരീക്ഷത്തിന് സാരമായ വ്യത്യാസമുണ്ട് എങ്കിൽ പോലും ഒന്നും പ്രവചിക്കാനാവാത്ത സ്ഥിതിയാണ്. നദിയിൽ കുത്തൊഴുക്കുണ്ട്. കനത്ത മഴയ്ക്കൊപ്പം തന്നെ ശക്തമായ കാറ്റും വീശുന്നത് തെരച്ചിലിന് കഴിഞ്ഞ ദിവസം പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. ലോറി പുഴയിൽ നിന്ന് ഇന്ന് പുറത്തെടുക്കുന്നതിനായി സൈന്യം വിവിധ ഉപകരണങ്ങൾ സ്ഥലത്തെത്തിച്ചിട്ടുണ്ട്. കരയിൽ നിന്ന് 20 മീറ്റർ അകലെ 5 മീറ്റർ ആഴത്തിൽ ലോറി ഉണ്ട് എന്നും അത് അർജുൻ ഓടിച്ചത് തന്നെയാണെന്നും സ്ഥിരീകരിച്ചു. അടുത്തെത്താൻ നാവികസേനാ സംഘവും മുങ്ങൽ വിദഗ്ധരും കഴിഞ്ഞ ദിവസം ശ്രമിച്ചുവെങ്കിലും കനത്ത മഴയും പുഴയിലെ അടിയൊഴുക്കും തടസ്സമാവുകയായിരുന്നു. മണ്ണിടിച്ചിൽ സമയത്ത് അർജുൻ ലോറിയുടെ ക്യാബിനുള്ളിൽ ഉറങ്ങുകയായിരുന്നു എന്നാണ് കരുതുന്നത്. അങ്ങനെയെങ്കിൽ ലോറിക്കൊപ്പം അർജുനും മണ്ണിടിച്ചിലിൽ നദിയിൽ വീണിട്ടുണ്ടാവും. ലോറി എഞ്ചിൻ ഓൺ ചെയ്ത് വെച്ച് ചായ കുടിക്കാൻ പുറത്തിറങ്ങിയ സമയത്താണ് അപകടമെങ്കിൽ പുഴയിലേക്ക് ഒലിച്ചു പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ദേശീയപാതയിലേക്ക് ഇടിഞ്ഞു വീണ ഷിരൂർ കുന്നിലും ഗംഗാവലി പുഴയിലും റഡാറും മണ്ണുമാന്തിയും അടക്കമുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഒരാഴ്ചയിലേറെയായി തിരച്ചിൽ നടത്തുകയായിരുന്നു. ഇന്ന് ലോറിയുടെ അടുത്തെത്താനും അത് പുറത്തെടുക്കാനുമുള്ള ശ്രമമാണ് സൈന്യം നടത്തുക. രക്ഷാപ്രവർത്തന സ്ഥലത്തേക്ക് ഇന്ന് സൈന്യത്തിന് മാത്രമാണ് പ്രവേശനം. എന്തായാലും നല്ലൊരു വാർത്തയ്ക്കായി കാത്തിരിക്കുകയാണ് കേരളം മുഴുവൻ പ്രാർത്ഥനയോടെ. അർജുന് അപകടമൊന്നും ഉണ്ടാകാതെ ലഭിക്കണമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും. അങ്ങനെ തന്നെ ഉണ്ടാകും എന്ന് എല്ലാവരും ഇന്നത്തെ ദിവസം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ഉണ്ടാകട്ടെ. ഏതാനും മണിക്കൂറുകൾക്കകം വ്യക്തമായ വിവരങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.